സഭയിൽ, അതായത് നിയമസഭയിൽ കൂട്ടയടി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് മുണ്ടുപൊക്കി ഉരിഞ്ഞവന്മാര് വീണ്ടും സഭയെ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ കിടന്ന് അഴിഞ്ഞാടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. 2015 ഈ KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന സമയത്ത് ഡയസിലൊക്കെ കയറി നിന്നിട്ട് അതിൻ്റെ ഇതൊക്കെ പിന്നെ എന്താ പറയുക, മൈക്കിൻ്റെ ഇതൊക്കെ വലിച്ചെറിയുന്നതും പിന്നെ എന്താ പറയുക, സഭയെ മുഴുവൻ അവിടുത്തെ പൊതുമുതൽ നശിപ്പിക്കുകയൊക്കെ ചെയ്തതിന് കേസ് വരെ എടുത്തതാണ്. അപ്പോൾ സഭയിൽ ഒരു കൂട്ടയടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ദേവന്മാർ അവിടെ കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന, അതായത് കഴിഞ്ഞപ്പോൾ സഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. അപ്പോൾ സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് സഭയിൽ കൂട്ടയടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വീണ്ടും യവന്മാരെ ഇളവിയോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവം അതല്ല. സണ്ണി ജോസഫ് നോട്ടീസ് വച്ചതേ ഉള്ളൂ. നടുത്തളത്തിലേക്ക് ഇറങ്ങുകയാണ് BD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും UDFന്റെ സകല നിരയും. ഇവിടെ സ്പീക്കർ തന്റെ സ്വന്തം കസേര സംരക്ഷിക്കാൻ പെടാപ്പാട് പെടുമ്പോൾ പോലീസുകാർക്ക് പോലും അവിടെ ഒന്നും ചെയ്യാനാവാത്ത വിധത്തിൽ പ്രതിഷേധം കൊടുമ്പിരിക്കൊള്ളുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തിനാണ് ഈ നോട്ടീസ് അവതരിപ്പിച്ചത്, എന്തിനാണ് ഈ ഷോ ഓഫ് എന്നൊക്കെ അറിയണ്ടേ? അതും കൂടെ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആർക്കും എന്തും പറയാമോ? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്ത് വിഡ്ഢിത്തരവും വിവരമില്ലായ്മയും പറയാം. പക്ഷേ ആ വിഡ്ഢിയായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പാടില്ല. അതിനെതിരെ ഈ സഭയിലെങ്കിലും നമ്മൾ ശബ്ദിക്കണമെന്നാണ് സണ്ണി ജോസഫ് തൻ്റെ ആദ്യ നോട്ടീസിൽ സഭയിൽ പറഞ്ഞത്. എന്നാൽ തൽക്കാലം അതൊരു ചാനൽ ചർച്ചാ വിഷയം മാത്രമാണെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ സ്പീക്കർ ഷംസീർ ശ്രമിച്ചു. അതൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതല്ലേ, അത് കേസുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോ, കേസ് കൊടുക്ക്, കേസിന്റെ വഴിക്ക് പോകത്ത. അതിന് രാഹുൽ ഗാന്ധിയെ പിന്നെ BJP-കാരന്മാർ പറഞ്ഞതിന് BJP-യുടെ ഒരു MLA പോലും ഇല്ലാത്ത നിയമസഭയ്ക്കകത്ത് കിടന്ന് നിങ്ങളിങ്ങനെ ഈ പിന്നെ ഗുണ്ടാമണ്ടി കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ തെരുവ് നാടകം കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നിയമസഭയിൽ BJP-ക്ക് ഒരു MLA ഇല്ല. ഇപ്പോൾ കേരളത്തിൽ BJP-ക്ക് ഒരു MLA ഇല്ല, നിയമസഭയ്ക്കകത്ത് ഉണ്ടെങ്കിലല്ലേ നിയമസഭയ്ക്കകത്ത് പോകും. പറഞ്ഞത് BJP നേതാവ് പ്രിന്റു മഹാദേവാണ്. അതിന് യുവന്മാരെല്ലാം കൂടെ സഭയിൽ കിടന്ന് കൂട്ടയടി നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുള്ള വല്ല കാര്യത്തിനുമാണ് ഈ കൂട്ടയടി നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഞങ്ങൾ പ്രതിഷേധിക്ക് സ്പീക്കറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചതും. പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടുവന്നൊക്കെയാണ് ഇവന്മാർ ഈ സോഷ്യൽ മീഡിയകളിൽ കോൺഗ്രസ് പറയുന്നത്. ഇന്നലത്തെ സഭയിലെ കുലുക്കിയ രംഗങ്ങൾ സഭയെ കുലുക്കി കളഞ്ഞു. അതായത് ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ആരാടാ തുറന്നത്? 2008 26/11/2008 മുംബൈ ഭീകരാക്രമണം എന്ന് പറഞ്ഞൊരു വലിയ സംഭവം നമ്മുടെ ന്യൂഡൽഹിയിൽ നടന്നു. ഭീകരാക്രമണമാണത്. അതായത് അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു 21-22 വയസ്സായ ഒരു കൊടും ഭീകരൻ പിന്നെ മുംബൈ തീരത്ത് ബോട്ടിൽ വന്ന് ഇറങ്ങുന്നു. പിന്നീട് വെടി ഉതിർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. 166 ജീവനുകളാണ് പോയത്. അന്ന് തിരിച്ചടിക്കണം, പാകിസ്ഥാനെതിരെ തിരിച്ച് അടിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെയും അമേരിക്കയുടെയും കാല് നക്കി അവിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഊർജവും വീര്യവും കളഞ്ഞ് ഇന്ത്യൻ സൈന്യത്തിന് ഒരു പുല്ല് വില പോലും കൊടുക്കാതെ പാകിസ്ഥാനെ ഒന്നും ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഒരു ചെറുവിരൽ അനക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അത് ഏറാം മൂളി. അതെല്ലാം കേട്ട് ആ പാകിസ്ഥാനെതിരെ നമ്മുടെ ജവാന്മാരെ കൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കിക്കാതെ പാകിസ്ഥാനെ മടിയിലിട്ട് ആട്ടി വാഴ്ത്തി പാകിസ്ഥാനെ സംരക്ഷിച്ച കോൺഗ്രസ്സുകാരുടെ കേരളത്തിലെ കോൺഗ്രസ് വിഭാഗമാണ് പറയുന്നത്. അന്ന് അവിടെ സോണിയാഗാന്ധിയാണ് അന്ന് അവിടെ മൻമോഹൻ സിംഗിനെ നിയന്ത്രിച്ചിരുന്നത്. സോണിയ പറയുന്നത് പോലെയാണ് മൻമോഹൻ എന്ന് അനുസരിച്ചത്. അതിനുശേഷം P. ചിദംബരം കുറ്റസമ്മതം നടത്തുന്നു. എന്നിട്ട് സഭയിലിറങ്ങി തിളയ്ക്കണമെന്ന് കോൺഗ്രസ്. എന്തിനാണ് തിളയ്ക്കണത്? രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞു എന്ന്. ആര്? BJP-യുടെ ഒരു നേതാവ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 166 പേരുടെ ജീവൻ ഓമാർക്ക് ഉത്തരം പറയാനുണ്ടോ? സതീശോ, 166 പേരുടെ ജീവന് നിങ്ങളെ സർക്കാർ ഭരിക്കുമ്പോഴാ 70 കൊല്ലം ഭരിച്ച് ഇവിടെ എന്തോ മറിച്ചു എന്നാ പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും നമ്മുടെ ഇന്ത്യൻ സൈന്യം പട്ടിയെപ്പോലെ, അങ്ങനെ തന്നെ പറയണം, അവർക്കൊരു വിലയില്ലാതെ അവരെ നിർത്തിയ ഒരു സർക്കാർ.
ഈ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു സർക്കാരില്ല. സത്യത്തിൽ ഓരോ ഇന്ത്യക്കാരനും രോക്ഷ തിളയ്ക്കുന്ന സമയമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇരുന്ന് പിന്നെ BJP നേതാവ് പറഞ്ഞതിന് നടുത്തളത്തിലിറങ്ങി അങ്ങ് ഷോ ഓഫ് കാണിച്ചു എന്ന്, അങ്ങ് സഭ കുലുങ്ങിപ്പോയെന്ന് ഭയന്ന്, സതീശന്റെ സണ്ണി ജോസഫിന്റെ ഒക്കെ പിന്നെന്താ നിലപാട് കണ്ട് സഭ അങ്ങ് കുലുങ്ങി മറിഞ്ഞു പോയെന്ന്. നാണമില്ലേ നിനക്കൊക്കെ? ലേശം നാണം. അതായത് ഈ ഇന്ത്യയെ തകർക്കാൻ വന്ന ഭീകരവാദികളെ വെറുതെ വിടാൻ നീയൊക്കെ കാണിച്ച ആ ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ, ആ രാജ്യത്തോട് നീയൊക്കെ എന്താ പറയുക, തിരിച്ചൊരു ചെറുവിരൽ പോലും അനക്കാത്ത ആ ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ, ആ ഒരു ഉളുപ്പില്ലായ്മയോടെ കേരളത്തിലെ ജനങ്ങൾ ഇനി നിങ്ങളെ കാണൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യം അക്കാര്യത്തിലൊരു തീരുമാനം ഇവിടെ ഉണ്ടാവട്ടെ. ചിദംബരത്തിന്റെ കുറ്റസമ്മതമൊക്കെ നമ്മൾ കേട്ട് ഇനിയിപ്പോൾ പറയും ചിദംബരം ED ഭയന്ന്, അല്ലെങ്കിൽ ചിദംബരത്തെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് ചിദംബരം BJPയിലേക്ക് വേണമെങ്കിൽ അതൊക്കെ പറയും, ചിദംബരം BJPയിലേക്ക് പോകുന്നു, അതുകൊണ്ടാണ് ചിദംബരത്തെ, അത് ചിദംബരം പറഞ്ഞതല്ലേ AI വീഡിയോ ആണെന്ന് പറയും. കാരണം മറ്റേത് AI വീഡിയോ ആണെന്നാണല്ലോ പിന്നെ ഗോവിന്ദ മാഷേ, AI അങ്ങേക്ക് അതുപോലും പറയാറുണ്ട്, അത് വിട്ടേക്ക്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ ഈ ഇന്ത്യ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് അവർ വഴങ്ങുമെന്നോ അവർ ഇത്തരത്തിൽ സൈന്യത്തെ പിടിച്ചു വെക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടിയൊക്കെ കടുപ്പമുള്ള നിലപാടുകളൊക്കെ ചിലപ്പോൾ CPM സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കോൺഗ്രസ്, ഇതാണ് കോൺഗ്രസിലെ പലരും രാജ്യദ്രോഹികൾ എന്നൊക്കെ വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്, RSSും BJPയും ഇന്ത്യക്കെതിരെയുമാണ് ഞാൻ ശബ്ദമുയർത്തുന്നത്. എടാ മണ്ട, ഇന്ത്യക്കെതിരെ ഒരു ശബ്ദമുയർത്തിയ നിന്നെ ഇന്ത്യയെ തന്നെ ആരെങ്കിലും നിർത്തുവോ? അതാദ്യം ചിന്തിക്ക്. BJPക്ക് RSSനോ ഒക്കെ അത് എതിർ രാഷ്ട്രീയ പാർട്ടികളാണ്, അവർക്കെതിരെ ശബ്ദമുയർത്തിക്കോ, ആഞ്ഞടിച്ചോ, അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ വിമർശിക്ക്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, രാജ്യം നന്നാവാനല്ലേ. അവിടെ പറയുകയാണ് ഞാൻ രാജ്യത്തിനും എതിരാണ്, BJPക്കും RSSനും രാജ്യത്തിനും എതിരാണ്. ഈ മണ്ടനെയൊക്കെ പിടിച്ച് പ്രധാനമന്ത്രി കസേരയിലെത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. 2008 നടന്ന സംഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നാൽ, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതുപോലെ പാകിസ്ഥാൻ നിരന്തരം കയറി ഇന്ത്യ ആക്രമിക്കില്ലേ? നിരന്തരം ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇവിടുത്തെ സൈനികർക്ക് തിരിച്ചാക്രമിക്കാനുള്ള എന്തെങ്കിലും ഒരു രീതി ഇവിടെ ഉണ്ടാകുമോ? ഇവര് സമ്മതിക്കുമോ? അമേരിക്ക അപ്പം വിളിച്ച് പറയും പാകിസ്ഥാനൊന്നും ചെയ്യരുത്, പാകിസ്ഥാനിലുള്ള എയർബേസുകൾ, കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടേതാണ്, അവിടെ തൊട്ടുപോകരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനുകൾക്ക്, നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുടെ ജീവനുകൾക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാതെ ഇവര് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങും. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങളോട് കൈ കൂപ്പി പറയുകയാണ്, ഒരു കാലത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യമാരെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.